welcome to CEI Programming conducted by LionoEdu. This is program number 6 and here we are going to swap two variables. രണ്ട് variablesനെ നമ്മൾ swap ചെയ്യുന്നത് by using Python programming language. Okay, so now let's begin. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസറിൽ നിന്നും ഇൻപുട്ട് കളക്ട് ചെയ്ത് രണ്ട് വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം ദിസ് ഇസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് എക്സ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ വാല്യൂ ഓഫ് എക്സ്, വൈ ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ വാല്യൂ ഓഫ് വൈ. ഓക്കെ, ദെൻ ആസ് സിമ്പിൾ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസിലെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആസ് സിമ്പിൾ നമ്മൾ കമൻ്റായിട്ട് പറയുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ അൺകമൻറ്റിങ് ചെയ്യുമ്പോൾ യു ക്യാൻ കളക്ട് ദ ഇൻപുട്ട് ഫ്രം ദ യൂസർ. ഓക്കെ, സോ ഹിയർ നമ്മൾ യൂസറിൽ നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ രണ്ട് വാരിയബിൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വാപ്പിംഗ് നടത്തുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീ സ്പേസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഐ വിൽ ഷോ യു ആൻ എക്സാമ്പിൾ. സപ്പോസ് this is x and this is y. ഓക്കെ, ഇത് എക്സും ഇത് വൈയും ആണ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ 5 ആണ് നമ്പർ ആൻഡ് വൈ എന്നുള്ളതിൽ 10 ആണ് നമ്പർ. സോ നമുക്ക് സ്വാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം എന്താണ് കിട്ടേണ്ടത്, എക്സ് ഈക്വൽ ടു 10 എന്നും വൈ ഈക്വൽ ടു 5 എന്നുമാണ് കിട്ടേണ്ടത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിൾ നമ്മൾ എടുത്തു. അതായത് ഇറ്റ് ഈസ് എ ഫ്രീ സ്പേസ്. ഓക്കെ ഓക്കെ, ദിസ് ഈസ് അവർ ടെമ്പ്. ദെൻ നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ടെമ്പ് ഈക്വൽ ടു എക്സ്. ടെമ്പ് ഈക്വൽ ടു എക്സ് ആണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എക്സിലുള്ള വാല്യൂ നമ്മൾ ടെമ്പിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായി കാണും, ഇറ്റ് വിൽ ബി 5 അല്ലേ. സോ ടെമ്പിൽ നൗ 5 എന്നായിട്ടുണ്ട്, എക്സിൽ അവിടെ വാല്യൂ ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്, എക്സിൽ ഒന്നും പ്രസൻ്റ് അല്ല, വൈയിൽ 10 പ്രസൻ്റ് ആയിട്ടുണ്ട് അല്ലേ. സോ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ 10 എന്നുള്ളത് എക്സിലോട്ട് വരും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, then so now this is our present condition. Xൽ 10 ഉണ്ട്, ടെമ്പിൽ y present ആണ്, and we are looking the third step, that is y equal to temp. y equal to temp എന്ന് പറയുമ്പം എന്തായിരിക്കും, വൈയിൽ ടെമ്പിലുള്ളത് വൈയിലോട്ട് വരും. ഓക്കെ, സോ ഇവിടെ 5 ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തു ആൻഡ് ടെമ്പിലൊന്നും പ്രസൻ്റ് അല്ല. ഇവിടെ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞു ആൻഡ് നമുക്ക് നമ്മളുടെ സ്വാപ്പിംഗ് നടന്നോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് എന്തായിരുന്നു, എക്സ് ഈക്വൽ ടു 5 ആയിരുന്നു ആൻഡ് വൈ ഈക്വൽ ടു 10 ആയിരുന്നു. നൗ എന്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എക്സിൽ 10 വന്നിട്ടുണ്ട്, വൈയിൽ 5 വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് സ്വാപ്പ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ആഫ്റ്റർ സ്വാപ്പിംഗ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ആഫ്റ്റർ സ്വാപ്പിംഗ് ആൻഡ് പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് വൈ ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിത്ത് എക്സാമ്പിൾ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ടു എങ്ങനെയാണ് സ്വാപ്പിംഗ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ അതാണ് അതിൻ്റെ പിന്നിലുള്ള ലോജിക് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് ആസ് ദ വാല്യൂ ഓഫ് എക്സ് ആഫ്റ്റർ സ്വാപ്പിംഗ് ഈക്വൽ ടു 10 ആൻഡ് ദ വാല്യൂ ഓഫ് വൈ ആഫ്റ്റർ സ്വാപ്പിംഗ് ഈസ് 5. ഓക്കെ, സോ നമ്മളുടെ സ്വാപ്പിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, so I hope this video is clear for you. If you like this video, you can go for the like button, comment, and also you can share. If you need more videos as like this, you can go for the subscribe button. Thank you.